ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഇതൊരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഗൾഫിലേക്ക് പോകുന്ന കുറച്ച് അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാം ആയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് ഇഷ്ടമാവുമായിരിക്കും. അപ്പോൾ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. കഴിഞ്ഞ വ്ളോഗിലെല്ലാം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കുറേ ആൾക്കാർ കമൻ്റെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇതിലും അതുപോലെ ജസ്റ്റ് ഒരു സ്മൈലിയെങ്കിലും കമൻ്റായിട്ട് ഇടണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വ്ളോഗെല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു 2-3 ദിവസം ആയിട്ട് അങ്ങനെ എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. അതിലെല്ലാവരും കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്നോട് കുറേ ആൾക്കാർ അധികം വ്ളോഗിലെല്ലാം നമ്മൾ ഈ ഗൾഫിലേക്ക് ഇങ്ങനെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന ടൈമിലും അങ്ങനത്തെ എല്ലാം വീഡിയോ ഇടുന്ന ടൈമിൽ അധികം ചോദിക്കുന്നതാണ് നമ്മൾ മുളക് പൊടിയെല്ലാം എങ്ങനെയാണ് പൊടിക്കുന്നത്. അതായത് ചില ആൾക്കാരെല്ലാം സാധാ മുളക് മല്ലി മാത്രമായിട്ട് അങ്ങനെ പൊടിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അതിൽ ഇങ്ങനത്തെ എന്തെല്ലാം കുറച്ച് ഐറ്റംസ് എല്ലാം, അതായത് ഇങ്ങനത്തെ കുറച്ച് സ്പൈസസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് അങ്ങനെ പൊടിക്കുന്നവരുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ മുളകെല്ലാം പൊടിക്കൽ. നമ്മൾ മുളക് പൊടിക്കുന്ന ടൈമിലുണ്ടല്ലോ, അതിലിങ്ങനെ ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ഉലുവ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ ഈ പൊടിക്കുന്ന ഒരു മുളക് മല്ലിയെല്ലാം പൊടിക്കുന്ന അതിൽ ഇട്ട് കൊടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കറികൾക്കെല്ലാം ഉണ്ടാകൽ. നമ്മൾ ഈ ചില ഈ മാജിക് സ്പൈസസ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നില്ല. അതെല്ലാം ഇങ്ങനെ എന്തെല്ലാം ഐറ്റംസ് എല്ലാം ചേർത്തിട്ട് അങ്ങനെ പൊടിച്ചുണ്ടാക്കുക. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം മുളക് പൊടി, അതായത് ഇങ്ങനെയെല്ലാം പൊടിക്കുമ്പോൾ നമ്മൾ ബീഫ് കറി, ചിക്കൻ കറി അതിലെല്ലാം പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉണ്ടാവൽ. നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ പൊടിക്കൽ. അതുപോലെ തന്നെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും പൊടിക്കലുണ്ട് കേട്ടോ. അതായത് മുളക് മല്ലി ഇങ്ങനെ വേറെ ആയിട്ട് അങ്ങനെയും പൊടിച്ചെടുക്കലുണ്ട്. ഇപ്പോൾ നമ്മൾ പരിപ്പ് കറി അങ്ങനത്തെ എല്ലാം വെക്കുമ്പോൾ പ്ലെയിനായിട്ട് ഇങ്ങനെ മുളക് പൊടിയെല്ലാം ഇടേണ്ടി വരൂലേ, അപ്പം അങ്ങനെയും പൊടിച്ചെടുക്കലുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് അതായത് നമ്മളിപ്പം ഓരോരോ കറി വെക്കുന്ന ആ ഒരു രീതി, ഇപ്പം നമ്മളിങ്ങോട്ട് മെയിനായിട്ട് ബീഫ്, ഫിഷ് കറി അങ്ങനത്തെ എല്ലാം കൂടുതലാക്കുന്നതല്ലേ. അപ്പം ഈ ഒരു മുളക് പൊടിയിലെല്ലാം ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കറികൾക്കെല്ലാം ഉണ്ടായാൽ. അപ്പം ഞാനിത് ആ ഒരു ദിവസം മുളക് പൊടിക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഇത് എടുത്തതാണ് കേട്ടോ ആ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മുളകെല്ലാം പൊടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ച് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ് എല്ലാ കറികൾക്കും ഉണ്ടാകൽ. പിന്നെ ഉലുവ ഇടുന്നത് കണ്ടിട്ട് അപ്പം ആ ഒരു കുറച്ച് മാത്രമേ ഉലുവയെല്ലാം ഇടണ്ടു കേട്ടോ. എല്ലാം വറുത്തിട്ടിടുമ്പോഴാണ് കുറച്ചും കൂടി നല്ലത്. നല്ല വൃത്തി കഴുകി ഉണക്കി ജസ്റ്റ് ഒന്ന് പൊടിക്കാൻ കൊണ്ടുപോകുന്ന ടൈമിൽ ഒന്ന് വറുത്തിട്ട് അതിലിട്ട് കൊടുക്കലാണ് കേട്ടോ എല്ലാം. അപ്പോൾ ഇതാ നമ്മളെ മുളക് മല്ലിയെല്ലാം സെറ്റാക്കി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഗൾഫിലേക്ക് മെയിനായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണ് നമ്മളെ മാങ്ങ. അപ്പോൾ മാങ്ങ അച്ചാറാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് അധികം തന്നെ മാങ്ങയുണ്ട്. ഇപ്പം മാങ്ങേൻ്റെ സീസണെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ മാങ്ങ കിട്ടലെല്ലാം കുറച്ച് റെയറായിട്ടുണ്ട്. അപ്പം പച്ച മാങ്ങയെല്ലാം ഒന്ന് കഴുകി ക്ലീനാക്കി എടുക്കലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ അച്ചാറിൻ്റെ റെസിപ്പിയും ഞാൻ മുമ്പത്തെ വ്ളോഗിലെല്ലാം കാണിച്ചിട്ടുണ്ട്. ശരിക്കും ഉണ്ടല്ലോ നമ്മളിവിടെ അച്ചാറാക്കൽ ഏറ്റവും കൂടുതൽ ഇതുപോലെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ടൈമിനാണ് കേട്ടോ. അല്ലാത്ത ടൈമിലൊന്നും അങ്ങനെ അച്ചാറാക്കൽ കുറവാണ്. കാരണം ഇങ്ങനെ ആരെങ്കിലും പോകുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും. അപ്പം ആ ഒരു ടൈമിൽ തന്നെ അച്ചാറാക്കിയിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ അല്ലാണ്ട് നമുക്കായിട്ട് ഇങ്ങനെ ഒരു അച്ചാറാക്കൽ കുറവ് തന്നെയാണ് കേട്ടോ, ഉണ്ടാവലേ ഇല്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഈ അച്ചാറിൻ്റെ റെസിപ്പി കാണിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ഒരുപാടാക്കുന്നതാണ് കാണിക്കല്. അപ്പോൾ അതിൻ്റെ അളവൊന്നും അങ്ങനെ കറക്റ്റ് ഒരു ഇതില്ല കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ലഞ്ചും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഒരു സിമ്പിളായിട്ടൊരു ലഞ്ചാണ് കേട്ടോ ഉള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഈ മാങ്ങയെല്ലാം കട്ടാക്കണമല്ലോ, കുറച്ച് പണികളെല്ലാം ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്ന്. അപ്പം ഞാൻ മാങ്ങയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. പിന്നെ ഈ കത്തീൻ്റെ കാര്യം കൂടി പറയാം കേട്ടോ. അപ്പോൾ ഇതിൽ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇൻസ്റ്റയിലെല്ലാം മെസ്സേജ് ആക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഓൺലൈനിൽ വാങ്ങിച്ചതല്ലേ, അപ്പം ഇങ്ങനെ ഇതിന് മൂർച്ച ഉണ്ടോയെന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന് മൂർച്ച ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് കേട്ടോ, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല, അങ്ങനെയാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വീഡിയോസ് എല്ലാം എടുക്കുമ്പം അതിലെല്ലാം നല്ലൊരു ലുക്കാണ് കേട്ടോ കാണിക്കാനിങ്ങനെ. അപ്പോൾ ഞാനിത് കൂടുതൽ ഞാൻ എടുക്കല അപ്പം എന്താ പറയുക, ഇങ്ങനെ നമുക്കിങ്ങനെ വീഡിയോയിൽ എടുക്കുന്ന ആ ഒരു ടൈമിനാണ് ഈ ഒരു കത്തി എടുക്കൽ. അപ്പോൾ ഈ ഒരു മാങ്ങേൻ്റെ ആ ഒരു തൊലി ഉണ്ടല്ലോ നല്ല
നല്ല കട്ടിയിൽ തൊലിയാണ് കേട്ടോ. അപ്പോൾ ഈ കത്തീനെ കൊണ്ട് മുറിക്കൽ കുറച്ച് പണിയാണ്. പിന്നെ ഞാൻ വിചാരിച്ചാൽ ഇല്ല മുറിച്ചം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാങ്ങ കുറച്ച് മാത്രം കട്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ആ ഒരു കത്തിയില്ലേ നമ്മൾ എന്താണ് നമ്മളെ നാട്ടിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന ഒരു ഇരുമ്പി ടൈപ്പ് കത്തി അത് വെച്ചിട്ടാണ് കേട്ടോ മുറിച്ചത്. നല്ല മൂർച്ചയാണ് അതിന്. നമ്മൾ ഗൾഫിൽ നിന്നെല്ലാം എത്ര കത്തി കൊണ്ടുവന്നാലുണ്ടല്ലോ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ അതിന് മൂർച്ചയേ ഉണ്ടാവില്ല. പക്ഷെ ആ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ കത്തി എന്നാണ് കേട്ടോ നമ്മളെ പറയൽ. അപ്പോൾ ആ ഒരു കത്തി ഉണ്ടല്ലോ നല്ല മൂർച്ചയാണ് കേട്ടോ. എത്ര ഇതാക്കിയാലും അത് പോവുകയേ ചെയ്യില്ല, അത് നശിച്ച് പോകുന്നതല്ലാണ്ട് ആ കത്തിയെ മൂർച്ചം പോവുകയേ ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലും ആ ഒരു ടൈപ്പ് കത്തിയാണ് കേട്ടോ യൂസ് ചെയ്യൽ. ഗൾഫിൽ നിന്നെല്ലാം കൊണ്ടുവരുന്നത് ഇങ്ങനെ ആ ഒരു ടൈമിലെല്ലാം എടുത്ത് പിന്നെ അതിങ്ങനെ അങ്ങ് വെക്കലാണ്. കാരണം മൂർച്ചയേ ഉണ്ടാവില്ല. എത്ര മൂർച്ചയാക്കി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ആ മൂർച്ചം പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. അപ്പം അതാണ് നമ്മളെ കത്തീൻ്റെ കഥ. അപ്പം ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടോ. നല്ല കത്തിയെല്ലാം തന്നെ പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ കുറച്ചിങ്ങനെ ഹാർഡായിട്ടുള്ള ഐറ്റംസ് എല്ലാം മുറിക്കുമ്പോൾ പെട്ടെന്ന് മൂർച്ചം പോകും കേട്ടോ. അല്ലാണ്ട് നോർമലി ഇങ്ങനെ എന്താ പറയുക നമ്മളെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യാനെല്ലാം നല്ലതാണ്. അപ്പോൾ ഇതാ നമ്മളെ മാങ്ങയെല്ലാം കട്ടാക്കി കഴിഞ്ഞിട്ടാ. മാങ്ങ ഫുള്ളായിട്ട് ഞാനല്ല കേട്ടോ കട്ടാക്കിയതിന്. കാരണം എനിക്ക് നല്ല കൈവേദനയായിരുന്നു. ഇതിങ്ങനെ ഭയങ്കര കട്ടിയായതുകൊണ്ട് തന്നെ മുറിക്കാൻ കുറച്ച് പണിയുണ്ടായിന്. അപ്പോൾ പിന്നെ ഉമ്മയും കൂടിയിട്ട് അങ്ങനെ മാങ്ങയെല്ലാം കട്ടാക്കി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അത്. പിന്നെ ഇതിൽ കുറച്ച് ഈത്തപ്പഴം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പും അച്ചാറുണ്ടല്ലോ, ഇത് ഉമ്മാൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാവരും കഴിച്ച് നോക്കിയിട്ട് നല്ല അടിപൊളി എന്താണ് അഭിപ്രായമാണ് കേട്ടോ പറയൽ. അപ്പോൾ ഇത് നമ്മൾ ഈത്തപ്പഴം നല്ല കഴുകി ക്ലീനാക്കി കുരുവെല്ലാം കളഞ്ഞിട്ട് അതിൽ കുറച്ച് വിനീഗറും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു ചൂടെല്ലാം പോയിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനുണ്ട്. അപ്പം നല്ല പോലെ ഒന്ന് നല്ല വെന്ത് സോഫ്റ്റായിട്ട് വരണം കേട്ടോ ആ ഒരു ടൈമിൽ. ഇനിയിപ്പോൾ ഇത് അതാടുന്ന ടൈം കൊണ്ട് തന്നെ നമ്മൾ അച്ചാർ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ എള്ളെണ്ണ ഇല്ലേ, അപ്പോൾ അതാണ് കേട്ടോ ഇത്. ആ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അച്ചാർ എത്രത്തോളമാണെന്ന് നോക്കിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ ഓയിലൊന്ന് ചൂടായി വരുമ്പം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് തന്നെ കട്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. എന്താ പറയുക, നല്ല അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് പോയിട്ട് ഒന്ന് ഓവറായിട്ട് ഇങ്ങനെ കരിഞ്ഞ് പോകാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് ഒന്ന് റെഡിയായി വരണം. അപ്പോൾ ഈ ഒരു ടൈമിന് തന്നെ നമ്മൾ കറിവേപ്പില നല്ല കട്ടാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കട്ടോ. ചില അച്ചാറിലെല്ലാം കാണാം കറിവേപ്പില ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് ഇടുമ്പോൾ ഉണ്ടല്ലോ അതിങ്ങനെ കോരിയെടുക്കുമ്പം എന്തോ പോലെയാണ് വലിയൊരു ലീഫ് ഇങ്ങനെ അതിൽ കിട്ടും. അപ്പോൾ കറിവേപ്പിലയെല്ലാം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. വറുത്തിട്ടല്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ നെക്സ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതായിലേക്ക് കുറച്ചധികം തന്നെ നമ്മൾ അച്ചാർ പൗഡർ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ മാങ്ങ കുറച്ചില്ലോണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ എല്ലാം എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അച്ചാർ പൗഡർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കട്ടോ. പിന്നെ ആ ഒരു പൗഡറെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് കുക്കാകാനൊന്നും പാടില്ല. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ മെയിൻ ഐറ്റം നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടില്ല ഒരു ഈത്തപ്പഴം, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു ടൈമിൽ തന്നെ കുറച്ചും കൂടി വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മളെ പുളിയെല്ലാം നോക്കിയിട്ട് അങ്ങനെ വിനീഗർ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചധികം തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ വിനീഗറെല്ലാം, കാരണം മാങ്ങ കുറച്ചധികം തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഇതിലേക്ക് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അച്ചാർ കഴിക്കാനായിട്ട്. പിന്നെ ഇതിൽ നമ്മൾ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കലാണ് കേട്ടോ ഇനി. അപ്പം ഇതൊന്നും ഓവറായിട്ട് കുക്കാവുമൊന്നും വേണ്ട. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നല്ല പോലെ ഫ്ലെയിമെല്ലാം കുറച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇങ്ങനെ അവർ ജസ്റ്റ് ഒന്ന് ചൂടാകേ വേണ്ടു. ഇതെല്ലാം നമ്മൾ അച്ചാറെല്ലാം കഴിക്കുമ്പോൾ നല്ല ഇങ്ങനെ കറുമുറാന്ന് ഉണ്ടാകുന്നില്ലേ മാങ്ങയും ക്യാരറ്റെല്ലാം, അപ്പോൾ ആ ഒരു രീതിയിൽ വേണം കേട്ടോ ആക്കിയെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ മെയിനായിട്ട് നമ്മളെ മാങ്ങ ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇപ്പം ഫ്ലെയിമെല്ലാം ഫുള്ളായിട്ട് ഓഫാക്കിയിട്ടാണ് കേട്ടോ ഉള്ളത്. കാരണം അതിൻ്റെ ആ ഒരു ചൂടിൽ തന്നെ ഒരു മാങ്ങയും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി വന്നോളും. അപ്പോൾ നമ്മൾ അച്ചാർ റെഡിയായി കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ നമുക്ക് പുറത്തെല്ലാം കൊണ്ടുപോകുന്നതാണെങ്കിൽ ഈ ഒരു രീതിയിൽ ആക്കിയാൽ മതി കേട്ടോ. ഒന്നും കേടുവരുമോ ഒന്നുമില്ല കേട്ടോ. നല്ല പെട്ടെന്ന് മോശമായി പോകുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇതാണ് നമ്മൾ അച്ചാർ കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന മെയിനായിട്ടുള്ള അച്ചാറിൻ്റെ ആ ഒരു റെസിപ്പിയാണ് ഇത്.
അപ്പോൾ ഇതാ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ പിന്നത്തെ വ്ളോഗ് എടുത്തിട്ടുള്ളത്. കാരണം അച്ചാർ നമ്മൾ 2-3 ദിവസം മുന്നേ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അച്ചാർ എപ്പോൾ അങ്ങനെ സെറ്റാക്കി വെച്ചാൽ അതിൻ്റെ ആ ഒരു ഉപ്പും പുളിയെല്ലാം പിടിച്ച് നല്ല റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ ഇത് ഞാൻ സ്കൂളാകടെയോ പോയിട്ടുണ്ടായതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ടെ ഈ ഒരു വ്ളോഗ് എടുത്തിട്ട്. പിന്നെ എഡിറ്റിംഗ് എല്ലാം ഇങ്ങനെ ഡിലേ ആയി പോയതാണ്. അപ്പോൾ പോയിട്ട് വരുന്ന ടൈമിൽ തന്നെ ഇവിടെ നമ്മളെ കുംസെല്ലാം ചുട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ മുട്ടക്കുംസ് എന്ന് പറയും. ചില സ്ഥലത്ത് പോളാന്നെല്ലാം പറയുന്നില്ല. അപ്പോൾ അത് നമ്മളെ ഇങ്ങോട്ട് സിമ്പിളാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു വാനില സ്പോഞ്ച് കേക്കില്ലേ അത് തന്നെ ശരിക്ക് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതെല്ലാം. അപ്പം അതും കൊണ്ടുപോകാനാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം അവിടുന്ന് റെഡി ആയിക്കൊണ്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാനതിൽ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും അതിനൊന്നും അതെല്ലാം സിമ്പിളാണ് കേട്ടോ. ജസ്റ്റ് കുറച്ച് മുട്ട, മൈദ, ഏലക്കാപ്പൊടി, പഞ്ചസാര. അപ്പോൾ ഇത്ര ഐറ്റംസ് മാത്രമേ വേണ്ടൂ കേട്ടോ ആ ഒരു കുംസ് ചൂടാനായിട്ട്. നമ്മളെ കുട്ടികളെല്ലാം സ്കൂളിൽ നിന്നെല്ലാം വരുന്ന ടൈമിലെല്ലാം നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ രാത്രിയിൽ ഫുഡും കാര്യങ്ങളെല്ലാം അങ്ങനെ കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ നമ്മളെ കസിനെല്ലാം വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ആക്കിയതാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ എന്താന്ന് പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ മുട്ടയപ്പമാണ് കേട്ടോ ഇന്നാക്കിയിട്ടുണ്ടായത്. ശരിക്കുണ്ടല്ല നമ്മൾ മുട്ടയപ്പം ചുടുന്ന ടൈമിൽ വിചാരിച്ച് കുറച്ച് ഗൾഫിലേക്ക് കൊണ്ടുപോകാനും എടുക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് കേട്ടോ പോകുന്നത്. പിന്നെ നമ്മളെ ബീഫ് പത്തില് അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പം പത്തിലും ബീഫും നമ്മൾ ഗൾഫിലേക്ക് പോകുന്ന മെയിനായിട്ടുള്ളൊരു ഐറ്റം അല്ലേ. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബീഫെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെയാണ് കേട്ടോ ബീഫ് ഫ്രൈ ചെയ്തെടുക്കൽ. അതായത് ഫ്രൈയും അല്ല റോസ്റ്റും അല്ല ആ ഒരു രീതിയിൽ. അപ്പോൾ ബീഫ് ഇതുപോലെ ഫസ്റ്റ് ബീഫിൽ നമ്മൾ തക്കാളി, ഉള്ളി സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കലാണ് കേട്ടോ. കുക്ക് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ഫ്രൈ പാനിലിട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഫ്രൈ പാനിലിട്ടിട്ട് നല്ല പോലെ ഡ്രൈ ആക്കി എടുക്കലാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അധികവും നമ്മൾ നെയ്പ്പത്തിലിനും എല്ലാം നമ്മൾ അങ്ങനെയാണ് കേട്ടോ കഴിക്കൽ. പിന്നെ നെയ്പ്പത്തിലിന് നമ്മൾ തേങ്ങ ഇട്ടിട്ട് അങ്ങനെ വറുത്തിട്ട് അങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. ബീഫിലാണെങ്കിലും ചിക്കനെല്ലാണെങ്കിലും അങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പറഞ്ഞ് അതിൻ്റെ ഇടയിലും ഞാൻ എവിടെയോ മുങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല ആ ഒരു ദിവസമല്ല 2-3 ദിവസം ഫുള്ള് ബിസിയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തോ ആവശ്യത്തിന് ടൗണിൽ പോയതായിരുന്നു കേട്ടോ അത്. ഇനിയിപ്പോൾ ഇതാ ടൗണിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഇവരെ പരിപാടി ഒന്നും തീർന്നിട്ടാട്ടോ. ഫുള്ള് പണി തന്നെ. അതായത് ഇത് നമ്മളെ ഉണ്ടപ്പുട്ടില്ലേ, ചെമ്മീൻ ഉണ്ടപ്പുട്ട് അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാം കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം റെസിപ്പി ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ബീഫെല്ലാം നമ്മൾ കുക്കറിന്ന് അപ്പോഴത്തേക്കും വേറെയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടപ്പുട്ടും അതാടുന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അതെല്ലാം പിന്നെ ആവിക്ക് വെച്ചിട്ടാക്കുന്നതല്ലേ. പിന്നെ ഇതെന്താണ് നമ്മളെ മുട്ട പപ്സ് ആക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റംസ് എല്ലാം കൊണ്ടുപോകാൻ തന്നെയാണ് കേട്ടോ ആക്കുന്നത്. പിന്നെ ഈ പോകുന്നത് ആരാണെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടുതരാം. ഞാൻ ദുബൈയിലേക്ക് എത്തിയോ, എവിടെ എത്തി, ഞാൻ എവിടെ ഇല്ലെന്നല്ല, അതെല്ലാം ഞാൻ കുറച്ച് ചെയ്തിട്ട് പറയാം കേട്ടോ ആരാ പോയിനെന്ന്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നെക്സ്റ്റ് അച്ചാറെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കലാണ് കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ ഗൾഫിലേക്ക് പോകുന്ന ടൈമിൽ ആര് പോകുന്നുണ്ടെങ്കിലും ഇനി ഞാൻ പോകുന്നുണ്ടെങ്കിലും എല്ലാം പാക്കിങ് എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ആക്കൽ. എനിക്കിതെല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇങ്ങനെ എല്ലാം സെറ്റാക്കി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നമ്മൾ അച്ചാറെല്ലാം ബോട്ടിലേക്ക് ആക്കലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഈ ഒരു വലിയൊരു പോട്ടിൽ തന്നെ ഒരുപാട് ഉണ്ട് കേട്ടോ അച്ചാർ. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കട്ടെ. ഇനിയിപ്പോൾ ഇത് അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഉണ്ടപ്പുട്ടും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം വേഗം ആകുന്ന ഐറ്റംസാണ് കേട്ടോ. കാരണം നമ്മൾ ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാകുമല്ലോ. അപ്പം നമ്മൾ ബീഫും അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പിന്നെ നമ്മൾ ഗൾഫിലേക്കെല്ലാം കൊണ്ടുപോകുന്ന ഐറ്റംസ് ഉണ്ടല്ലോ എല്ലാം നല്ല തണിഞ്ഞിട്ട് വേണം കേട്ടോ പാക്ക് ചെയ്തെടുക്കാനായിട്ട്. അതായത് ചൂടെല്ലാം പോയിട്ട് കുറച്ച് തണുപ്പായിട്ട് വേണം കേട്ടോ കൊണ്ടുപോകാൻ. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ മുട്ട പപ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ സമൂസ ഷീറ്റ് വെച്ചിട്ടും ചെയ്യലുണ്ട്. പക്ഷേ സമൂസ ഷീറ്റെല്ലാം വാങ്ങിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതല്ലേ കുറച്ചും കൂടി നല്ലത്. നമ്മൾ തന്നെ പരത്തിയിട്ടാക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ഇതാ നമ്മൾ ആയ ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഇതുപോലെ പ്ലേറ്റിലും എല്ലാം വിളമ്പി വെക്കലാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ നല്ല പോലെ തണുത്തിട്ട് വേണം കേട്ടോ ഇതെല്ലാം പാക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിങ്ങനെ ചൂടോടെ പാക്ക് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ആടെ എത്തുമ്പോഴത്തേക്ക് അതെല്ലാം പുളിച്ച് പോകും, അതായത് മോശമായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം ഇതുപോലെ നല്ല തണുത്തിട്ട് വേണം കേട്ടോ പാക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മളെപ്പോഴും അധികം ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൊണ്ടുപോകൽ. അപ്പോൾ ഇതാ അതെല്ലാം അവിടെ ഒന്ന് വിളമ്പി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം പത്തിൽ ചുട്ടെടുക്കലാണ് കേട്ടോ. ഇതൊന്നും ഞാനല്ല കേട്ടോ ചുട്ടെടുക്കുന്നത്, ഞാനെല്ലാം അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഹെൽപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഇതാ പത്തിലിന് വേണ്ട ഉണ്ടയെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പത്തിലും ബീഫും നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് എനിക്കൊന്ന് ഗൾഫിലേക്ക് പോകുന്ന എല്ലാ ആൾക്കാരും ഈ പത്തിലും ബീഫും മെയിനായിട്ട് കൊണ്ടുപോകുന്നൊരു ഐറ്റമാണല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ പത്തിലിൻ്റെ ഉണ്ടയെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഫുഡ് ഐറ്റംസ് എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്യലാണ് മെയിൻ പണി, അതായത് കുറച്ച് പണിയുണ്ട് കേട്ടോ ഈ ഒരു പാക്കിങ്ങിന്. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് സെറ്റാക്കി ആയതായതെല്ലാം ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവയ്ക്കലാണ് കേട്ടോ. കാരണം ഏകദേശം ടൈം ആയിട്ടുണ്ട്. അപ്പം പിന്നെ എല്ലാം പെട്ടെന്നുണ്ട് തന്നെ കൊണ്ടുവച്ച് തണിഞ്ഞിട്ട് വേണമല്ലോ നമുക്കിത് പാക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ മുട്ടപ്പപ്സും എല്ലാം പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു അതിങ്ങനെ ന്യൂസ് പേപ്പറിൽ വെച്ചതിന് ആരും മോശമായിട്ട് വിചാരിക്കേണ്ട കേട്ടോ. കാരണം ബട്ടർ പേപ്പർ ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് പ്രശ്നമൊന്നുമില്ല കേട്ടോ, നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മഷിയും കാര്യങ്ങളൊന്നും വരുമൊന്നുമില്ല. വേഗം തന്നെ നമ്മളപ്പാടെ തന്നെ പരത്തി കയ്യലോടുകൂടി പെട്ടെന്ന് തന്നെ ചുട്ടെടുത്തിട്ടുണ്ടായി കേട്ടോ. ഇനിയിപ്പോൾ മെയിനായിട്ടുള്ളൊരു പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മുട്ടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ മുട്ട ഗൾഫിലേക്ക് കൊണ്ടുപോയിനോന്ന് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതെങ്ങനെ പാക്ക് ചെയ്തിന്നും ഒന്ന് കമൻ്റായിട്ട് ഇടണേ, ആരെങ്കിലും കൊണ്ടുപോയവരുണ്ടെങ്കിൽ. അപ്പം നമ്മളിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ മുട്ട കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ ഏതോ ഒരു വ്ളോഗിലാണ് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ട ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ഞാനും ഇങ്ങനെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയെല്ലാം ഗൾഫിലേക്ക് കൊണ്ടുപോകും അതെങ്ങനെയാണെന്ന്. പക്ഷേ അത് മുമ്പെപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതായിരുന്നു. പക്ഷേ ഞാനും വിചാരിച്ചു എന്തായാലും ഒന്ന് കൊണ്ടുപോയി നോക്കാമെന്ന്, എന്താകുമെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പാക്ക് ചെയ്തിട്ടുണ്ടായത്. ഓരോരോ മുട്ട ഓരോരോ പേപ്പറിലായിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ഇങ്ങനെ പൊതിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ഒരു ബോക്സിൽ വെക്കാൻ കേട്ടോ ചെയ്തത്. കാരണം മറ്റുള്ളതിലെല്ലാം ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും പൊട്ടിപ്പോവും എന്ന് വിചാരിക്കുക. കാരണം ഇത് കുറച്ച് അത്യാവശ്യം നല്ല കട്ടിയിലൊരു ബോക്സാണ് കേട്ടോ നമ്മളെ ചോക്ലേറ്റിൻ്റെ. അപ്പോൾ അതിൽ വെച്ച് നല്ല ടൈറ്റായി വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം മുട്ടയിൽ ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ. പിന്നെ ചില ആൾക്കാരെല്ലാം വിചാരിക്കും മുട്ടയിൽ എന്തിനാണ് ഈ കൊണ്ടുപോകുന്നത്, ആടെ ഇഷ്ടം പോലെ കിട്ടൂലേന്ന്. പക്ഷേ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. പക്ഷെ നമ്മളെ ആ ഒരു ഫ്രഷായിട്ട് നമ്മളെ പുറക്കുന്ന തന്നെ നമ്മളെ ഫസ്റ്റ് നമ്മളിവിടെ കോഴിയെല്ലാം ഉണ്ട് കേട്ടോ ഇപ്പം. അപ്പോൾ കോഴീൻ്റെ ആ ഒരു കിട്ടിയതല്ലേ, അപ്പോൾ നമ്മൾ വിചാരിച്ച് അവർക്കും കൂടി കൊടുക്കാമെന്ന്. അപ്പോൾ ഈ ഗൾഫിലേക്ക് പോകുന്നത് എൻ്റെ ഉപ്പയാണ് കേട്ടോ പോകുന്നത്. അപ്പം ആടെ എൻ്റെ ബ്രദറും വൈഫും ഫാമിലിയെല്ലാം അവർ ആടെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കായിട്ടാണ് കേട്ടോ ഈ ഒരു ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ മുട്ടപ്പപ്സും കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് തണിഞ്ഞ് ഇതും കൂടി ഒന്ന് പാക്ക് ചെയ്തെടുക്കലാണ്. അപ്പം പാക്കിങ് ഏകദേശം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പം ഏകദേശം ടൈം ആയിട്ടുണ്ട് കേട്ടോ പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം സാധനങ്ങളെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കലാണ്. അതുപോലെ തന്നെ ആ ഒരു ഉണ്ടപ്പുട്ടില്ലേ, അപ്പോൾ അതും ഞാൻ ഇതുപോലെ ഒരു ബോക്സിൽ വെച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത് ആക്കിയത്. കാരണം ബോക്സിലാക്കിയിട്ടില്ലെങ്കിലുണ്ടല്ലോ ഈ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാക്കറ്റിലിട്ടാൽ എന്തായാലും അവിടെ എത്തുമ്പോഴത്തേക്ക് ആ ഒരു ഫ്രഷോടെ നമുക്ക് കിട്ടൂല, എല്ലാം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടാവും. അപ്പം കുറച്ച് സ്പേസും കാര്യങ്ങളെല്ലാം ഉള്ള ബാഗും കാര്യങ്ങളെല്ലാം ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ബോക്സിലെല്ലാം ആക്കിയിട്ട് കൊണ്ടുപോകാൻ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ വാഴേൻ്റെ ഇലയിലെല്ലാം ഇങ്ങനെ ബീഫ് അങ്ങനെയെല്ലാം ആക്കിയിട്ട് അങ്ങനെയും നല്ല മണവും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ ഈ ഗൾഫിലേക്ക് ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്മെല്ലും ഒരു ടേസ്റ്റെല്ലാം ഒരു എഴുന്നോ അങ്ങ് വരത്താണ്. കാരണം ഒന്നാമത് നമ്മൾ ഈ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം കഴിക്കാണ്ട് നിൽക്കുന്നതല്ലേ, കുറേ നാളായിട്ട് നമ്മളെ നാട്ടിലത്തെ ഐറ്റംസ് ആ ഒരു നാട്ടിലത്തെ മണവും രുചിയും എല്ലാം അതിലേക്ക് കിട്ടും കേട്ടോ. നമ്മൾ ഒരു പ്രത്യേക ഒരു രസമാണ്, അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുമല്ലോ. കാരണം അവിടെ എത്തിയിട്ട് ഈ ഒരു പെട്ടി ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പല ഫുഡിൻ്റെ സ്മെല്ലും ഇതെല്ലാം ആയിട്ട് തിന്നും പിന്നെ നമുക്ക് വയറുന്നറിയും. അത്രയും നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മളിങ്ങനെ പാക്ക് ചെയ്തിട്ടെല്ലാം ഇങ്ങനെ കൊണ്ടുപോയി അവിടെ നിന്ന് ഇങ്ങനെ കഴിക്കുമ്പം ഞാൻ ഗൾഫിലുള്ള ടൈമിലെല്ലാം എപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ ആരെങ്കിലും വരുമ്പം
അധികം ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവട്ടെ. ഞാൻ ആ വ്ളോഗിലെല്ലാം ഞാൻ മുമ്പത്തെ എല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അൺബോക്സിങ് വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിന്. നമ്മളെ നാട്ടിൽ നിന്ന് വന്ന പെട്ടിയെല്ലാം. അപ്പോൾ നാട്ടിൽ നിന്ന് ഇതുപോലെ മെയിനായിട്ട് നമ്മളെ പെട്ടിയിൽ ഫുഡ് തന്നെയല്ലേ മെയിനായിട്ട് ഉണ്ടാവല്, വേറെ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. മെയിൻ ഫുഡ് എത്രത്തോളം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അത്ര ഐറ്റംസ്, പല ഫുഡ് ഐറ്റംസ് ആയിരിക്കട്ടെ ഉണ്ടാവല്. അത് പ്രത്യേക ഒരു വൈബാണ് കേട്ടോ അതിങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്. ആ ഒരു ഫ്രഷോടെ കഴിക്കലും ഇതെല്ലാം ആയിട്ട് നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ ബീഫെല്ലാം കൊണ്ടുപോകുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ കുക്ക് ചെയ്തിട്ട് ഇങ്ങനെയും കൊണ്ടുപോകലുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ആടെ എത്തിയിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ബീഫെല്ലാം ഫ്രഷോടെ വാങ്ങിയിട്ടുണ്ടല്ലോ നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പം ഫ്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പോകുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുന്നേ ബീഫെല്ലാം വാങ്ങി എല്ലാം പാക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ നല്ല പോലെ ഫ്രീസായി കിട്ടുമല്ലോ. അപ്പോൾ അത് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ ആടെയും പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്ന ആ ഒരു കുറച്ച് ട്രാവലിംഗ് ഇല്ലും. പിന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് AC അല്ലേ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഐസ് പോകുന്ന ആ ഒരു പ്രോബ്ലമൊന്നും വരില്ല കേട്ടോ. കാരണം എയർപോർട്ടിലെത്തി ഫുൾ AC, പിന്നെ നമ്മൾ ആടെ AC എല്ലായിടത്തും AC ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആടെ എത്തിയ പാടും ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ വരെ ബീഫെല്ലാം ഉപയോഗിക്കട്ടെ. അപ്പം ഞാൻ അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടായിന്. അപ്പം ബീഫെല്ലാം നമുക്ക് അങ്ങനെയും ഒരുപാട് കൊണ്ടുപോകട്ടെ, ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് കൊണ്ടുപോകണമെന്നേ ഇല്ല. പിന്നെ അതുപോലെ തന്നെ കുറേ ടിപ്സ് ഉണ്ട് കേട്ടോ. അതായത് പിന്നെ ബീഫ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് അങ്ങനെയും കൊണ്ടുപോകാം. പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കറിയോ എന്തെങ്കിലും ഫ്രൈ ആക്കിയോ അങ്ങനെ പല റെസിപ്പീസ് എല്ലാം നമുക്ക് ചെയ്യാമല്ലോ. അപ്പം ഇങ്ങനെ ആരും ഇല്ലാത്തവരെല്ലാണെങ്കിൽ അങ്ങനെയെല്ലാം ചെയ്തിട്ട് പോകുന്നത് നല്ലതാണ് കേട്ടോ. പക്ഷേ എല്ലാം ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുപോകണം. പിന്നെ വെളിച്ചെണ്ണ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും വെളിച്ചെണ്ണയും ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് നല്ല പോലെ ഫ്രീസാക്കിയിട്ട് കൊണ്ടുപോകാം കേട്ടോ. ഞാൻ അങ്ങനെയെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിന്. അപ്പോൾ വെളിച്ചെണ്ണയൊന്നും പിന്നെ ഫ്രീസായി കഴിഞ്ഞാൽ ഒന്നും ആവില്ല കേട്ടോ. ആദ്യമെല്ലാം എനിക്ക് പേടിയുണ്ടായിന് കേട്ടോ. ഫസ്റ്റ് ടൈം എല്ലാം കൊണ്ടുപോകുമ്പോൾ ഇത് മെൽറ്റായി പോകുമെന്നെല്ലാം. പക്ഷെ ഒരു കുഴപ്പമില്ല. നമ്മൾ ഇവിടുന്ന് പോയി, കാരണം നമ്മളെ വണ്ടിയിലും AC ഇട്ടിട്ട് തന്നെയല്ലേ നമ്മൾ പോകുന്നത്. പിന്നെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ACയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയൊന്നും കൊണ്ടുപോയി ആ കട്ട അനങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ ഫ്രീസായിട്ടാണ് കേട്ടോ ഉണ്ടായത്. അപ്പം ഞാൻ കൂടുതലും വെളിച്ചെണ്ണ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം, പിന്നെ തേങ്ങ എല്ലാം ഫ്രീസ് ചെയ്തിട്ട് അങ്ങനെയെല്ലാം കൊണ്ടുപോകലുണ്ട്. ഇതിപ്പം എൻ്റെ ബ്രദറുള്ളത് അവരുടെ റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒന്നും ആക്കേണ്ടി വരത്തില്ല. എല്ലാം നമ്മളെ കേരള സ്റ്റൈൽ ഫുഡും അതുപോലെ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ഫുഡ് ഐറ്റംസും അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുക്ക് ചെയ്യൽ കുറവാണ്. അപ്പം ഇങ്ങനത്തെ എല്ലാം ഐറ്റംസാണ് അവർക്ക് കുറച്ചും കൂടി നല്ലത് കേട്ടോ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് എല്ലാം ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മെയിൻ ഒട്ടിക്കൽസ് പരിപാടി മെയിനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുട്ട ഈലും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം അവിടെ എത്തിയിട്ട് ചോദിച്ചു തരാം, മുട്ടയൊന്നും പൊട്ടിയിട്ടൊന്നും ഇല്ല എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. അപ്പം അത് പുതിയൊരു അറിവാണ് കേട്ടോ മുട്ട കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ബീഫെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കലാണ്. അപ്പം ബീഫും ഇതുപോലെ ഒരു 2-3 ഇലയിലെല്ലാം പൊതിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ബീഫെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായത്. ഈ ഇലയിൽ കൊണ്ടുപോകുമ്പോൾ ഉണ്ടല്ല നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അത് കഴിക്കാനായിട്ട് അത് നാടെ എത്തിയിട്ട് ചൂടാക്കണമെന്നേ ഇല്ല. കാരണം അത്രയും ആ ഒരു ഇലേൻ്റെ സ്മെല്ലും കാര്യമെല്ലാം വന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഏകദേശം നമ്മളെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത് ഈ ഒരു പേരക്ക അവക്കാഡോ അത് ഏതോ ഫാമിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് അതും കൂടി അങ്ങ് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ ഇതെല്ലാം പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഈ ഒരു ബാഗിൽ മാക്സിമം ഈ ഒരു 2 ലഗേജാണ് കേട്ടോ ഉള്ളത്. ഇതിലെല്ലാം സാധനമെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇന്ന് പോയിട്ടുള്ളത് ഉപ്പയാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിലെല്ലാം കുറേ വീഡിയോസെല്ലാം ഇട്ട ടൈമിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന്. എല്ലാവരും വിചാരിച്ച് ഞാനാണ് ഗൾഫിലേക്ക് പോയിന് കേട്ടോ. പിന്നെ എല്ലാവരും ഇടയില്ലേ എങ്ങനെയാന്ന് കുറേ വ്ളോഗില്ലേ അങ്ങനെയെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. അപ്പം ഉപ്പയാണ് കേട്ടോ പോയിട്ടുള്ളത്. എന്തായാലും ഞാനല്ല പോയത്. അപ്പം ഞാൻ നമ്മൾ എയർപോർട്ടിൽ പോയ ടൈമിൽ ഇങ്ങനെ കുറച്ച് വീഡിയോസ് എല്ലാം ഇട്ടത് അത് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് എല്ലാവരും ഞാനാണ് ഗൾഫിൽ പോയിന്നാണ് കേട്ടോ എല്ലാവരും വിചാരിച്ചത്.
പക്ഷെ ഞാനല്ല കേട്ടോ പോയത്, എൻ്റെ ഉപ്പയാണ് പോയത്. അപ്പോൾ ഉപ്പ പോയിട്ട് വേഗം വരുന്നതാണ് കേട്ടോ. കാരണം ഉപ്പ ഇങ്ങനെ 6 മാസം കൂടുമ്പോൾ അങ്ങനെ വിസ പുതുക്കാനായിട്ട് അങ്ങനെ പോക്കാണ്. അപ്പം ഈ പോക്കിൽ 2 ആഴ്ച എങ്ങനെ നിന്നിട്ടില്ല കേട്ടോ. അപ്പം എയർപോർട്ടിൽ പോയ ടൈമിൽ ഇങ്ങനെ വീഡിയോസ് എല്ലാം എടുത്തതായിരുന്നു. കാരണം ഈ ഒരു ടൈമിലൊന്നും അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല കേട്ടോ. അതായത് നമ്മൾ കൊണ്ടാക്കാനേ പോയിട്ടുണ്ടായിട്ട് കേട്ടോ, നമ്മൾ കൂട്ടാനായിരുന്നു നമ്മൾ പോയത്. അപ്പോൾ ആ ഒരു വീഡിയോസാണ് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായത്. പിന്നെ നിങ്ങൾ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ആക്കട്ടെ. കാരണം എന്നോട് അധികം ചോദിക്കുന്നത് നമ്മൾ ഈ ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം വരുമ്പോൾ വീഡിയോസ് ഒന്നും എടുക്കലില്ലേ. ശരിക്കും പറഞ്ഞാൽ വീഡിയോസ് എല്ലാം ചില ടൈമിലേ ഞാൻ എടുക്കലില്ല കേട്ടോ. എനിക്ക് എന്തോ ഒരു ചില ടൈമിൽ എനിക്ക് ഭയങ്കര മടിയാകല് വീഡിയോസ് എല്ലാം എടുക്കാൻ. ചില ടൈമിലെല്ലാം എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും ഫോട്ടോസ് എല്ലാം എടുക്കുമ്പോൾ അതെല്ലാം ഇൻസ്റ്റയിൽ ഇങ്ങനെ അപ്ലോഡ് ആക്കലാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫോളോ ആക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് നമ്മൾ പിറ്റത്താഴ്ച തന്നെ ഉപ്പ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാനാണ് കേട്ടോ കൂട്ടാൻ പോയത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എയർപോർട്ടിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ കൂട്ടാനോ കൊണ്ടാക്കാനോ ഒന്നും ഞാൻ പോക്കില്ല കേട്ടോ. ഇതുവരെ ഞാൻ പോയിട്ടില്ല. നമ്മളിങ്ങനെ പോകുമ്പോൾ അങ്ങനെ പോകുന്നതല്ലാതെ ഇങ്ങനെ ആരെയും കൂട്ടാനോ കൊണ്ടാക്കാനോ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. പിന്നെ നമ്മൾ എയർപോർട്ടിൽ നമ്മൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മളെ പേർക്ക് ഞാനും മക്കളും എൻ്റെ ഉമ്മാവുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാവരും പോയി. പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ ആയിരുന്നു കേട്ടോ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ലാൻഡിങ് അതെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൗണ്ടർ കണ്ടുതരാം. നമ്മൾ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് തരാം. ഒരാൾക്ക് 100 റുപ്പീസാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് അതെല്ലാം കയറി കണ്ട്. കാരണം കുറച്ചധികം തന്നെ ടൈം ഉണ്ടായിരുന്നു. പിന്നെ രാവിലെയാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇത് വേറൊരു ഫ്ലൈറ്റ് പോകുന്നതാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ട്. പിന്നെ ഇത് ശരിക്കും ഓണത്തിൻ്റെ വെക്കേഷനാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ നമ്മൾ മക്കൾസ് എപ്പോഴും പറയും ഓണത്തിന് സ്കൂളെല്ലാം വെക്കേഷനെല്ലാം നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ടൂറ് എയർപോർട്ടിൽ പോലാതെ നമ്മളെ മെയിൻ ടൂറ്. അപ്പോൾ അവർക്ക് അതെല്ലാം കാണിച്ചു കൊടുത്ത് അവരും അങ്ങനെ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ അപ്പോഴത്തേക്കും താഴെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഏതായാലും വന്നാലേ നമ്മൾ ഇതെല്ലാം ചുറ്റിക്കറങ്ങി. കാരണം നമ്മളെപ്പോൾ പോകുമ്പോൾ വരുമ്പോൾ നമ്മൾ ഇതൊന്നും കാണുന്നില്ലല്ലോ, ജസ്റ്റ് പോയി വരുന്നത് മാത്രമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഗൾഫിൽ പോകുന്ന ആ ഒരു ടൈമിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വ്ളോഗിൽ കാണാം.